ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒരു കാലത്ത് വിവാദങ്ങളുടെ പേരിൽ ശ്രദ്ധ നേടിയ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഇപ്പോൾ ഉയർച്ചയുടെ പാതയിലാണ്. ആശുപത്രിയുടെ സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സായാപ്ന ഒപിക്ക് തുടക്കമായി. ഒരു കാലത്ത് വിവാദങ്ങളിൽ ഇടം നേടിയിരുന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഇപ്പോൾ ഉയർച്ചയുടെ പാതയിലാണ്. ആശുപത്രിയുടെ സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സായാപ്ന ഒപിക്ക് തുടക്കമായി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഗൂഗിൾ പേ അത് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. മൂന്നാമത്, ഉച്ചവരെ ഡോക്ടറെ കാണാൻ ഉച്ചയ്ക്ക് ശേഷം താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രോഗികളെ സംബന്ധിച്ചാണ് ഈവനിങ് OP. നമുക്കറിയാം, ഇന്ന് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം പേർ വരുന്നുണ്ട്. അതിന്റെ ഒരു കാരണം നല്ല ചികിത്സ ഇവിടെ ലഭിക്കും എന്നുള്ളതാണ്. അതിനവർ മാനദണ്ഡമായി കരുതുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ പണം മാത്രമല്ല, അതിനപ്പുറത്ത് പരിചയസമ്പന്നരായ സർക്കാരും രാജ്യത്തെ നിലവിലുള്ള സർവകലാശാലകളും ഒക്കെ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ എഴുതി PSC എഴുതി നിയമിക്കപ്പെട്ട നല്ല യോഗ്യരായ ഡോക്ടേഴ്സ്, മികച്ച ചികിത്സ നൽകാവുന്നവർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അങ്ങനെ വരുന്നവർക്ക് സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷം രോഗികളെ കാണുന്നവരുടെ സൗകര്യം നമുക്കറിയാം. വിഭവം നമ്മുടെ കയ്യിൽ എത്രയുണ്ട് എന്നുള്ളതനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ ഈവനിങ് OPക്ക് ഡോക്ടറെ വെക്കുന്നതിന് സ്വാഭാവികമായും ചില പരിമിതികളുണ്ട്. ആ പരിമിതി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റപ്പാലം നഗരസഭ ഈവനിങ് OPയിൽ വെക്കുന്ന ഡോക്ടറുടെ അവരുടെ വേതനം HMC ഫണ്ടിൽ നിന്ന്, നഗരസഭാ ഫണ്ടിൽ നിന്ന് നൽകുന്നതിനാവശ്യമായി. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുകയും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടാകാറുള്ള തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സായാപ്ന OP ആരംഭിച്ചത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെ OP സേവനം ലഭ്യമാണ്. ഇതിനായി നഗരസഭയുടെ ഇടപെടലിലൂടെ ഒരു ഡോക്ടറെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ നടന്ന ചടങ്ങിൽ സായാപ്ന OP, ടോക്കൺ സംവിധാനം, ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം എന്നിവയുടെ ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ K രാജേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആലൂർ, സ്ഥിരം സമിതി അധ്യക്ഷരായ K അബ്ദുൽ നാസർ, സുനീറ മുജീബ്, ഫൗസിയ ഹനീഫ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ, കൗൺസിലർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.